നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ ജിയോമെട്രിക് ഷേപ്സിനെ പറ്റിയാണ് നോക്കുന്നത്. മാത്സിൽ ഒരുപാട് ഷേപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് മാത്സിൽ വരുന്ന ഷേപ്സ്, അതായത് ജിയോമെട്രിക് ഷേപ്സ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്ക്വയർ, റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, സർക്കിള്, കോൺ, ക്യൂബ്, ക്യൂബോയിഡ്, സ്ഫിയർ, ഇങ്ങനെ ഒരുപാട് ഷേപ്സ്. ഇതിലൊന്നും നിന്നിട്ടില്ല, ഇനിയുണ്ട് ഷേപ്സ്. അപ്പോൾ ഈ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, കോണ്, ക്യൂബ്, ക്യൂബോയിഡ്, സ്ഫിയർ, ഈ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ എഴുതിയത്. ഈ രണ്ട് പാർട്ടും തമ്മിൽ നിങ്ങൾക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ ഈ ഫസ്റ്റ് പാർട്ടിൽ എഴുതിയതിൻ്റെ പോലെ തന്നെയാണോ ഈ സെക്കൻഡ് പാർട്ടിൽ എഴുതിയതും? അല്ല, ഫസ്റ്റ് പാർട്ടിൽ എഴുതിയത് നമുക്കൊരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു പേപ്പറോ ഒരു സർഫസോ ഒക്കെ കിട്ടിയാൽ അതിനെ വരയ്ക്കാൻ പറ്റും. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ എഴുതിയത് എന്താണ്? അതിനൊരു സ്പേസ് വേണം, നമുക്കിങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും, നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഷേപ്സാണ് 2D ഷേപ്സ്. അതുപോലെ നമുക്കതിങ്ങനെ എടുക്കണം, അത് നിൽക്കാനൊരു സ്ഥലം വേണം, അങ്ങനത്തതാണ് 3D ഷേപ്സ്. അപ്പോൾ 2D ഷേപ്സ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനലും 3D ഷേപ്സ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനലും. നമ്മളിങ്ങനെ ഷേപ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പഠിക്കാനുള്ളതാണ് അതിൻ്റെ ഏരിയ, അതിൻ്റെ പെരിമീറ്റർ, അതുപോലെ അതിൻ്റെ വോളിയം. ഈ 3 കാര്യങ്ങളും നമുക്കതിൻ്റെ കൂടെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതാ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ചുറ്റുമുള്ള അളവാണ്, അല്ലേ? ചുറ്റളവാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെയൊക്കെ പെരിമീറ്റർ. എല്ലാത്തിൻ്റെയും പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ്. എന്താണ് ഈ ചുറ്റളവ്? ഇപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് എടുക്കാം. ഒരു സ്ഥലം വാങ്ങി നമ്മൾ. അപ്പോൾ അതിന് ചുറ്റും നമുക്ക് വേലി കെട്ടണം. അപ്പോൾ ഈ പുറമെ കൂടെയാണല്ലോ വേലി കെട്ടുക. ആ സ്ഥലത്തിൻ്റെ പുറത്ത് കൂടെ, അതിൽ കൂടെയാണ് നമ്മൾ വേലി കെട്ടുക. അല്ലെങ്കിൽ ഒരു ചുറ്റും ഒരു കയറ് കെട്ടിയിടുക. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റും എന്തെങ്കിലും ഒന്ന് കെട്ടണം. അപ്പോൾ ചുറ്റും നമ്മളൊരു കയറ് വലിച്ച് കെട്ടുകയാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ചുറ്റും കെട്ടുന്നത് അതിൻ്റെ ലെങ്ത്ത്, അതിന് വേണ്ട ലെങ്ത്ത്. അപ്പോൾ അങ്ങനെ ആ ചുറ്റും കെട്ടണമെങ്കിൽ അതിന് വേണ്ട ആ കയറിൻ്റെ ലെങ്ത്ത്, അതാണ് പെരിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഈ ചുറ്റും ഈ ബോർഡർ കൂടെയുള്ള ആ ഒരു ലൈനിൻ്റെ ലെങ്ത്ത്, അതാണ് നമുക്ക് കിട്ടിയ ഷേപ്പിൻ്റെ പെരിമീറ്റർ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ളത്, സ്ക്വയറിൻ്റെതായാൽ അതിൻ്റെ അങ്ങനെ ചുറ്റുമുള്ളത്, സർക്കിളിൻ്റെതായാൽ അങ്ങനെ ചുറ്റുമുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിളിന് 2 സൈഡും 4 സൈഡുള്ളതിൽ 2 സൈഡ്സ് ഈക്വലാണ്. ഒരു സൈഡ് ലെങ്ത്തും ഒരു സൈഡ് ബ്രെഡ്ത്തും, അടുത്തത് ലെങ്ത്ത് അടുത്തത് ബ്രെഡ്ത്ത്, ഇങ്ങനെ 4 സൈഡാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ചുറ്റുമുള്ള ലെങ്ത്ത് എന്താ നോക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യുക? ഈ 4 സൈഡും കൂടെ ആഡ് ചെയ്യുക. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ 2 ലെങ്ത്തും ഉണ്ട് 2 ബ്രെഡ്ത്തും ഉണ്ട്. അതിന് നമ്മളെങ്ങനെ സിമ്പിളായിട്ട് എഴുതും? ഈ വലിയ ഇക്വേഷനെ നമുക്കൊന്ന് സിമ്പിൾ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ ചെയ്യുക? 2L + 2B പെരിമീറ്റർ. 2Lഉം 2Bയും രണ്ടിലും 2 കോമൺ ആണ്. ഈ 2നെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ 2 × L + B എന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷനാണ് 2 × L + B. നമുക്ക് പെരിമീറ്റേഴ്സിൻ്റെ ഇക്വേഷനൊക്കെ വ്യക്തമായി പറയാം. ഇപ്പോൾ ഒരു പെരിമീറ്റർ എന്താണെന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ എന്താണെന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഏരിയ നമ്മൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. ഇപ്പം നമ്മളെ വീട്ടിലത്തെ ഒരു റൂമിൻ്റെ അടിഭാഗം നോക്കുകയാണ്. റൂമിൻ്റെ അടിഭാഗത്ത് നമുക്ക് ടൈലിടണം. അപ്പോൾ എന്താണ്? ആ മൊത്തം സ്പേസിൽ നമുക്ക് ടൈലിടുകയാണ് ചെയ്യുക.
അല്ലേ? അപ്പോൾ ഈ മൊത്തം സ്പേസിൻ്റെ ആ ഒരു ചുറ്റുമുള്ളതല്ല, ഈ താഴെ വരുന്ന ആ ഒരു സ്പേസിലാണല്ലോ ടൈലിടുക. അപ്പം ആ ഒരു സ്പേസിന് എത്ര സ്പേസാണ് അവിടെ ഉള്ളതെന്നാണ് ഏരിയ. ആ തറേൻ്റെ മൊത്തം നിലത്ത് നിൽക്കുന്ന ആ ഒരു സ്പേസ്, അതിനെത്ര ടൈല് വേണം എന്നല്ലേ നോക്കുക. അപ്പോൾ ആ ഒരു സംഭവമാണ് ഏരിയ. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, പുറമേ കൂടെ ഉള്ളതല്ല, ഉള്ളിലുള്ള ആ ഒരു സ്പേസാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാലും ഏരിയ എന്ന് പറഞ്ഞാലും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ളതാണെങ്കിൽ ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അതിൻ്റെ ഇക്വേഷനാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 × L+B ആണെങ്കിൽ ഏരിയൻ്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 2D ഷേപ്സിൽ നമുക്ക് ഏരിയയും പെരിമീറ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ 3D ഷേപ്സ്, 3 അളവുള്ളത് 3 ഡയമെൻഷണൽ ഷേപ്സിൽ നമുക്ക് വോളിയം കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് വോളിയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പുറമേ കൂടെ ഉള്ളത് ആണ് നോക്കിയത്. എന്നാൽ വോളിയം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു കപ്പാസിറ്റി എത്രയുണ്ട് നോക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഷേപ്പ് എടുക്കുകയാണ്, ഒരു 3D ഷേപ്പ്, അതിൽ നിൽക്കാനൊരു സ്ഥലമൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വോളിയത്തിനെ നോക്കാൻ വേണ്ടിയിട്ടൊരു ക്യൂബ് എടുത്തു. ആ ക്യൂബിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പേസ്, ഉള്ളിൽ വരുന്ന സ്പേസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ക്യൂബ് ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര വെള്ളം കൊള്ളും, എത്ര വെള്ളം നമുക്കതിൽ പാരാൻ പറ്റും, അതാണ് വോളിയം. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 3 മെഷർമെൻറ്റാണുള്ളത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, 3 അളവുകളാണ് 3 ഡയമെൻഷൻ. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. ഏരിയൻ്റെ ഇക്വേഷൻ ഫിഗറിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ ആ ഫിഗറിൻ്റെ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയത്തിന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? ഏരിയ ആണ്. അപ്പോൾ വോളിയത്തിന് സിമ്പിളായിട്ട് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നും കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഓരോ ഫിഗറിൻ്റെയോ അല്ല, നമ്മൾ മൊത്തത്തിൽ എന്താണ് ഏരിയ, എന്താണ് പെരിമീറ്റർ, എന്താണ് വോളിയം എന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് ഓരോ ഫിഗർ എടുത്തിട്ടും അതിൻ്റേത് നോക്കാം.